മഹായോദ്ധാക്കളായ രാവണനും അർജുനനും ഒരേപോലെ യുദ്ധം ചെയ്ത നിവാതകവചന്മാരുടെ കഥ കേൾക്കാം. വളരെ കാലം മുൻപ് നിവാതകവചന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരേ രൂപത്തോടും ശക്തിയോടും കൂടിയ 3 കോടിയോളം വരുന്ന ദൈത്യന്മാർ വെള്ളത്തിനടിയിലെ മണിമതിപുരി എന്ന നഗരം ഭരിച്ചിരുന്നു. കശ്യപമുനിയുടെ പുത്രന്മാരായ അവർ ദേവന്മാരിൽ നിന്ന് മണിമതി നഗരം തട്ടിയെടുത്ത് അജയ്യരായി വാണു. ഒരിക്കൽ രാവണൻ നിവാതകവചന്മാരെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയും 1 വർഷത്തോളം യുദ്ധം ചെയ്യുകയും ചെയ്തുവെങ്കിലും ഒരാളെപ്പോലും രാവണന് വധിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ ഇന്ദ്രദേവന്റെ മറ്റൊരു രൂപത്തിനല്ലാതെ തങ്ങളെ മറ്റാർക്കും വധിക്കാൻ സാധിക്കരുത് എന്ന വരം ബ്രഹ്മദേവനിൽ നിന്നു വാങ്ങിയിരുന്നു. ദ്വാപരയുഗത്തിൽ ഇന്ദ്രപുത്രനായ അർജുനൻ ദേവലോകത്ത് പിതാവിൻ്റെ കീഴിൽ ധനുർവിദ്യ അഭ്യസിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുവായ ഇന്ദ്രൻ ഗുരുദക്ഷിണയായി നിവാതകവചന്മാരെ വധിക്കാൻ അർജുനനോട് ആവശ്യപ്പെട്ടു. അർജുനൻ ഇന്ദ്രന്റെ ദിവ്യരഥത്തിൽ കയറി പുറപ്പെട്ടു. മണിമതിയിലെത്തി തൻ്റെ ദിവ്യമായ ദേവദത്ത ശംഖ് മുഴക്കി. തുടർന്ന് ഒരു ഉഗ്രമായ യുദ്ധം. ഒടുവിൽ നിവാതകവചന്മാരെ ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം ബ്രഹ്മദേവന്റെ പ്രവചനം നിറവേറ്റി.